അങ്ങനെ പത്തരമാറ്റിൻ്റെ ഒരു അട്ടിപ്പൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രൊമോ വീഡിയോയിൽ എന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ അവിടെ അതായത് ഒരു വിദേശ കമ്പനിയുമായിട്ടുള്ള ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള, അതായത് അവർക്ക് മോഡേൺ ഡിസൈനാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദർശിനോട് തന്നെ നമ്മുടെ കനക പറയുന്നുണ്ട്, മോനെ ഇത് നമ്മുടെ നയന വരച്ച് തരും എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അവൾ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും, പക്ഷേ അവൾ ട്രഡീഷണലായിട്ടുള്ള ഡിസൈനാണ് അവൾ കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത്. പിന്നെ മോഡേൺ ഡിസൈനെ കുറിച്ചിട്ടൊന്നും അവൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല. കാരണം വിദേശ കമ്പനികളൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുദ്ദേശിക്കുന്നതിൻ്റെ പകുതി പോലും വരച്ചെത്താൻ ഇവളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ അഭിയോട് നമ്മുടെ അമ്മ ജലജി ചെന്നിട്ട് പറയുന്നുണ്ട്, മോനെ അഭി, നീ ഒരു കാര്യം ചെയ്യ്, നീ നന്നായിട്ട് ഡിസൈൻ വരച്ച് കൊടുക്ക്. ഇപ്പോൾ ഈ സമയമെന്ന് വെച്ചാൽ നീ വേണ്ടത്ര രീതിയിൽ നീ വിനിയോഗിക്കുകയാണെങ്കിൽ നിനക്ക് അവിടുത്തെ നമ്പർ 1 ഡിസൈനറായിട്ട് മാറാൻ പറ്റും. പിന്നെ അനിയയാണെങ്കിൽ 2-3 ബ്രാഞ്ചുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിന്നെ അതൊന്നും തന്നിട്ടില്ല. നീ ആദർശിനേക്കാളും ഉയരത്തിലൊന്നും വരില്ല, എന്നാലും അവനേക്കാളും താഴ്ന്ന ഒരു പൊസിഷനിലേക്ക് നിനക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് നീ നല്ലതുപോലെ ശ്രമിച്ചൊരു ഡിസൈൻ വരയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ആദർശ് പോലും അറിയാതെ തന്നെ നമ്മുടെ കനകയുടെ നിർബന്ധപ്രകാരം നമ്മുടെ നയന ഒരു ഡിസൈനൊക്കെ വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കനക പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുമോളെ, അവിടേക്ക് കൊണ്ടുവയ്ക്ക്, ആരും കാണണ്ട, അവിടെ കൊണ്ടുവയ്ക്കാനാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈന് ക്ലയൻറ്റ് വരുമ്പോൾ അവരെ കാണിക്കുമ്പോഴത്തേക്ക് അവർ ഇഷ്ടമായി കഴിഞ്ഞതിന് ശേഷം ഇത് നയന വരച്ചതാണ് എന്ന് പറയാനൊക്കെ ഉള്ള ഒരു ഇതിലാണ് അവരിയ്ക്കുന്നത്. പക്ഷേ ആ സമയത്തിന് നമ്മുടെ അഭി വരച്ചത് അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ ക്ലയൻറ്റ് വരുമ്പോഴത്തേക്ക് അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ സംഭവം അത് അഭി വരച്ചതായിട്ട് മാറുകയാണ്. നയന വരച്ചതിട്ട് ആരും കണ്ടിട്ടുമില്ല. നയന നന്മമരമായിട്ട് അത് ആരോടും പറയാനും പോയിട്ടില്ല. അപ്പോൾ അത് അഭി വരച്ചതായിട്ട് തന്നെ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒടുവിൽ അഭിയെ എല്ലാവരും വാഴ്ത്തിപ്പാടുകയാണ്. അങ്ങനെ അഭിക്ക് വേണ്ടിയിട്ട് അഭിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആദർശ് ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പാർട്ടിയിൽ പോകാനായിട്ട് നമ്മുടെ നയനയൊക്കെ അണിഞ്ഞ് ഒരുങ്ങി സുന്ദരിയായിട്ട് മാറുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജലജ വന്നിട്ട് അഭിയുടെ കഴിവുകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന സമയത്തിന് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഇത് അഭി വിചാരിച്ചിട്ടൊന്നും കിട്ടിയതൊന്നുമല്ല, ഇതെൻ്റെ നയന വരച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തർക്കിക്കുന്നുണ്ട്. നമ്മുടെ നവ്യ നമ്മുടെ ജലജയോട് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് ദേഷ്യം വന്നിട്ട് നമ്മുടെ ജലജ ഇങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ നവ്യെ. അതിനുശേഷം പറയാണ്, എടി നീ കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ, എൻ്റെ മോനെ താഴ്ത്തി കെട്ടി നീ സംസാരിച്ചാലുണ്ടല്ലോ, നീ ഗർഭിണിയാണെന്നൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് നമ്മുടെ നവ്യയെ. ഇത് നമ്മുടെ കനക ഇത് കാണുകയാണ്. ഇതാണ് ഈ പ്രൊമോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രൊമോ വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി പ്രൊമോ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരെ കാത്തിരിക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഈ ചാനലിലൂടെ നമ്മളെല്ലാവരും ഒരുപാട് നെഞ്ചിലേറ്റിയ ഒരു സീരിയലുണ്ട്, സാന്ത്വനം. അതായത് സാന്ത്വനം ഇപ്പോഴത്തെ പുതിയ സാന്ത്വനം അല്ല, പഴയ സാന്ത്വനം, പഴയ നമ്മൾ ശിവാഞ്ജലി പ്രണയം. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ സംരക്ഷണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാളെ മുതലാണ് അത് സംരക്ഷണം ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സാന്ത്വനം കാണാനായിട്ട് തയ്യാറെടുക്കുക. സാന്ത്വനം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അങ്ങനെ സാന്ത്വനം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ സാന്ത്വനം അല്ല, അത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തേതല്ല, നമ്മുടെ ശിവാഞ്ജലി പ്രണയം, അപ്പു, ഹരി, അതുപോലെ നമ്മുടെ ബാലേട്ടൻ, ദേവി, ഇവരൊക്കെ അടങ്ങുന്ന നമ്മുടെ സാന്ത്വനം, ആ പഴയ സാന്ത്വനം, അതിൻ്റെ റിവ്യൂ കാണാനായിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനലിനെ പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക.
അതുപോലെ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, ആരെങ്കിലും ഒന്ന് ചാനൽ പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറന്നു പോവാതെ പെട്ടെന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നാളെ സാന്ത്വനം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.